ഞാൻ കേട്ടു. അപ്പൊ അവിടെ കുറെ കോട്ടിട്ട ആളുകൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ബിസിനസ് വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, അതുപോലെ സാധാരണ കൂലിപ്പണിക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ കോട്ടിട്ടിട്ട് വന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പൈസയിൽ ഉണ്ടാക്കി, കാറ് വാങ്ങി, വീട് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതൊക്കെ എന്തോ ഇവര് തട്ടിപ്പ് പറയാണെന്നാ, കളവ് പറയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണല്ലോ നമ്മൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ വ്യക്തമാണത്. എന്തായാലും പ്രസന്റേഷൻ ചെയ്തിരുന്നത് എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഇന്ന് എൻ്റെ ഗ്രേറ്റ് ലീഡറും എൻ്റെ മെൻറ്ററും ഒക്കെ ആയിട്ടുള്ള NTC ലീഡറായിട്ട് ബൈജു സാറായിരുന്നു. എല്ലാവരും അറിയുന്നുണ്ടാവും സാറിനെ. അപ്പൊ സാറിനെ കുറിച്ച് നമുക്ക് അറിയാം, അത്രയും നല്ലൊരു പ്രസന്റേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് ഇത് പറ്റൂല എന്നുള്ള ചിന്താഗതിയാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ മീറ്റിംഗ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് ഷിയാബ് പറഞ്ഞു നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാല്ലേ, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങായിരുന്നു പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നടക്കൂല, അത് നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല എന്ന് പിന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഷിയാബ് അടുത്ത ആഴ്ചയുണ്ട് മീറ്റിംഗ്, വ്യാഴാഴ്ച. പിന്നെ മഞ്ചേരി ഒരു മീറ്റിംഗ് കൂടി, നമുക്ക് ഒന്നുകൂടി പോകാന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമതും പോയി. അതും കൂടി കേട്ടപ്പോ എനിക്ക് ഒന്നും കൂടി തോന്നി കുഴപ്പമില്ലാന്ന്. അങ്ങനെ കുഴപ്പമില്ല, എന്തായാലും ഒരു എക്സ്ട്രാ വരുമാനമാണല്ലോ, ആ രീതിയിൽ എന്നാ ഏറ്റെടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് എൻ്റെ വൈഫിനൊരു ഊരവേദന ഉണ്ടായിരുന്നു, ഒരു ബാക്ക് പെയിന്. പിന്നെ ഒരു 2-3 വർഷത്തോളമായിട്ട് അസുഖമുണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ ചികിത്സ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റമല്ല. അങ്ങനെ അപ്പൊ അതിനൊക്കെ അതിൽ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്ന് ഉപയോഗിക്കാന്ന് പിന്നെ തീരുമാനിച്ചു. അതായത് നമ്മളെ ചാമ്പി തൈലം അപ്പോ നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് ക്യാപ്സൂൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിക്കാൻ പേടിയാണ്. കാരണം ഇത് മരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, ഡോക്ടറൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയിൽ വൈഫിനും പേടിയാണ്, എനിക്കും പേടിയുണ്ട്. അപ്പോൾ ആദ്യം തൈലം ഒന്ന് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ തൈലം ഉപയോഗിച്ച് നോക്കി. അപ്പൊ ഒരു 1-2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ വേദന ഒന്ന് കൂടുകയാണ് ചെയ്തത്. പിന്നെ അപ്പൊ നമ്മൾ സാറിനോട് പറഞ്ഞു ഇങ്ങനെ വേദന കൂടിയിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ ആദ്യം പോയിട്ട് പിന്നെ ഡോക്ടറെ കണ്ട് സ്കാനിങ് എന്തെങ്കിലും എടുത്തിന്ന് ചോദിച്ചു, എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുത്തിന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. എന്നാ ഡോക്ടറോട് പോയിട്ട് അങ്ങനെ ഒരു എക്സ്റേ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് അപ്പൊ എടുത്തപ്പോ പിന്നെ പറഞ്ഞു ഡിസ്ക് ബൾജിങ് ആണ്, കുറച്ച് അകൽച്ച ഉണ്ട്, അപ്പോ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത് ഞാൻ പിന്നെ സാറിനോട് വന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാറ് നമ്മളെ സ്പൈർലിന ഗോൾഡ്, അതുപോലെ നോവേദന ക്യാപ്സൂള്, ഒരു നാക്സിയം ക്യാപ്സൂൾ ഒരു മാസം, അങ്ങനെ 3 ക്യാപ്സൂൾ വീതം ഒരു നാക്സിയം ഒരു മാസമേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി 2-3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു. അപ്പൊ ഈ ക്യാപ്സൂൾ തന്നെ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന കൂടി. അപ്പൊ പിന്നെയും വൈഫ് പറഞ്ഞു ഞാൻ കഴിക്കൂല, ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് പറഞ്ഞു വേദന കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയാനുള്ളതാണ്, കൂടിയ ആളുകൾക്കാണ് പെട്ടെന്ന് ഫലം കിട്ടാറുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു 3-4 ദിവസം വേദന ഉണ്ടാവും, അതൊന്ന് സഹിച്ചിട്ട് വൈഫിനോട് കഴിക്കാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടാണ് കഴിപ്പിച്ചത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് വേദന കുറഞ്ഞു വന്നു. ഒരു മാസമൊക്കെ ആയപ്പോഴേക്ക് വേദന കംപ്ലീറ്റ് മാറി. 2 മാസമൊക്കെ ആയപ്പോൾ പറ്റ വേദന മാറി. എന്നാലും ഒരു 3 മാസത്തെ കോഴ്സ് ഉണ്ട്, എന്തായാലും കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ സാറ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 3 മാസം അത് കഴിച്ചു. പിന്നെ അൽഹംദുലില്ലാ അപ്പോൾ 4 വർഷത്തോളമായി ഇന്ന് വരെ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വേദന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ള അയിമൊന്ന് മനസ്സിലായി. അപ്പൊ അത് കുഴപ്പമില്ലല്ലോ. പിന്നെ ഏതായാലും അപ്പൊ ഞാൻ കുറച്ച് സെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽസ് ചെയ്തപ്പോൾ നമുക്ക് അതിൽ ലാഭം കിട്ടുന്നുണ്ട്, അതുപോലെ പ്രൊഡക്റ്റിന് റിസൾട്ടും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റിലൊരു ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ആ സമയത്ത് കുറച്ച് അയൽവാസികളും ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അയൽവാസി, ഒരു ലേഡി, അവര് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഭൃംഗരാജ് വാങ്ങി. മുടി കൊഴിച്ചിൽ ക്ലാസ് കേട്ടപ്പോൾ മുടി കൊഴിച്ചിലിന്റെ ഒരു ഓയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി. അപ്പൊ സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവുക. അന്ന് വൈഫിന്റെ റിസൾട്ട് കിട്ടിയില്ല കേട്ടോ, അതിന്റെ മുമ്പാണിത്. അപ്പൊ എന്താവും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ മാറി മാറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെന്നോട് വിളിക്കുന്നുണ്ട്, ഒരു എണ്ണയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു മോൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഫലം കാണുന്നുണ്ട്, അപ്പൊ എന്റെ അനിയത്തിക്കും ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനാണ് കാരണം. അപ്പൊ നമുക്ക് സമാധാനമായി. അപ്പൊ പ്രൊഡക്റ്റ് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. പിന്നെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വൈകുന്നേരം വരെ പറയുകയാണെങ്കിലും തീരുമില്ല. അപ്പൊ അത്രയും റിസൾട്ട് ഒരു 3-3.5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്രത്തോളം ഉണ്ട്. എന്തായാലും കുറച്ച് റിസൾട്ട് ഞാൻ പറയാം, കാരണം റിസൾട്ട് നമുക്കൊരു പ്രചോദനമാണല്ലോ, പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അറിയാനൊക്കെ.
അതുപോലെ അപ്പോൾ ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസിയാണ്. അവൻ ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. അപ്പൊ ഈ സുഹൃത്ത് വെസ്റ്റേജ് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. അപ്പോ ഞാൻ സാറിനോട് പറയാറുണ്ട്, പിന്നെ നമ്മളെ കമ്പനി ടോപ്പ് നമ്പർ 1 ആണ്, മറ്റുള്ള കമ്പനികളിലൊക്കെ മുമ്പ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് പറയും, നമ്മളെ ഇങ്ങനെ കമ്പനി ഉണ്ട്, ഇതിൽ കുറച്ച് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇവനോട് കാര്യമായിട്ടൊന്നും പറയില്ല, ഓനത് കരുതുന്നതാണ് അതിപ്പോ ഇതുപോലെ തന്നെ ആവും. അപ്പൊ അവന് സത്യത്തിൽ അതിൽ തന്നെ പെട്ട് നിൽക്കുകയാണ്, അതിന്ന് ഒഴിവാകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഓനോട് പലപ്പോഴും പറയും, ഞാൻ പറയും ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഇന്ന് വരുകൊണ്ട് പറയും, ഓൻ വരാന്ന് പറയും. ഓനോട് ഓട്ടോ ഡ്രൈവർ തന്നെയാണ്, ഓട്ടോ ഉള്ള ആളാണ്. അപ്പൊ ആ സമയമാകുമ്പോൾ പറയും, എടാ എനിക്കൊരു ഓട്ടം വന്നു, ഞാനിപ്പോ ഇന്ന് വരുന്നില്ല, നമുക്ക് പിന്നെ വരാന്ന് പറയും. അങ്ങനെ എന്നെങ്ങനെ കളിപ്പിക്കും ഒരു 3-4 തവണ, 4 അല്ല, ഒരു 5-8 തവണ അതേപോലെ എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ദിവസം ഞാൻ ബൈജുസ്ലാം സാർ വന്നപ്പോ അവൻ സ്പോട്ടിൽ മുമ്പിൽ കണ്ടു. അപ്പൊ ഞാൻ പിടിച്ചു, നീ നീ വാ, നമുക്ക് ഇതിന്റെ ക്ലാസ് ഒന്ന് കേൾക്കായിരുന്നു. അങ്ങനെ മനസ്സോടെ ഇറങ്ങിയിട്ട് ക്ലാസ് ഒന്ന് കേട്ടു, സാറിന്റെ ക്ലാസ് ഒന്ന് കേട്ടു. അപ്പോ അവന് മനസ്സിലായി വെസ്റ്റേജ് പോലെ അല്ലത്. അപ്പൊ ഇതിൽ ലാഭം അപ്പൊ അവൻ തന്നെ പറഞ്ഞു, വെസ്റ്റേജിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 10 രൂപ 15 രൂപയൊക്കെയാണ് ലാഭം കിട്ടുന്നത്. അപ്പൊ ഇതിൽ 50 രൂപ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ അവനും തന്നെ ഒരു മാറ്റം തോന്നി. അപ്പൊ അവന് സ്കൂൾ ട്രിപ്പ് ഉണ്ട്, അപ്പൊ അവന് ഉദ്ദേശിക്കുന്നത്, പിന്നെ സ്കൂളിൽ പോണ കുറെ കുട്ടികളുണ്ട്, അവരൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ രക്ഷിതാക്കളൊക്കെ ഒരു പേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു പേസ്റ്റ് കൊടുത്ത് 50 രൂപ കിട്ടുമല്ലോ. ആ ഉദ്ദേശത്തിൽ ആയിക്കോട്ടെ നോക്കാന്നുള്ള രീതിയിൽ അവനും ഏറ്റെടുത്തു. ഇപ്പൊ മൊയ്തു ആണ് പേര്. അവനിപ്പോ ഒന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ATC റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവന്റെ വൈഫ് TC റാങ്കിലാണ്. ഇങ്ങനെ അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഫീൽഡിൽ പോണ സമയത്ത് എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, കൂടെ പഠിച്ച ആളാണ്, അവൻ പ്രവാസിയാണ്. അപ്പൊ അവൻ്റെ ഒരു മോനുണ്ട്, അവന് ഒരു 10-12 വയസ്സുണ്ട്. അപ്പൊ ഈ കുട്ടിന്റെ കാലിന്റെ പുറം ഭാഗത്ത് ഈ ഒരു ചൊറി, അലർജിന്റെ ചൊറിയാണ്. അപ്പൊ അതിന് 3-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ ചൊറി. അപ്പൊ അത് ഒരുപാട് ചികിത്സ അവർ ചെയ്തിട്ടുണ്ട്, നല്ല പൈസ ഉള്ള ടീം തന്നെയാണ്. എത്ര ചികിത്സ ചെയ്തിട്ടും ഇത് മാറുന്നില്ല. നമ്മൾ ഈ ഒരു ചേന കണ്ടല്ലോ, ചേന ചെത്തിയ പോലെ അപ്പൊ ഇപ്പോഴും ഇങ്ങനെ നീരൊലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അവര് ഒരുപാട് ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ്, അലോപ്പതി, അങ്ങനെ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും മാറ്റല്ല. അപ്പൊ ഞങ്ങൾ കണ്ട സമയത്ത് കുട്ടിന്റെ ഉമ്മ പറഞ്ഞു, ഞങ്ങള് തമിഴ്നാട്ടിലെ ഒരു വലിയൊരു ഡോക്ടർ ഉണ്ട്, അവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി, ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ മാറ്റല്ലെങ്കിൽ അപ്പൊ പൊയ്ക്കളോണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വൂണ്ട് ഹീലിങ്ങും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ഓയിൽമെന്റ് തീർന്നിട്ടുണ്ട്, ഒന്നുകൂടി വേണം. അപ്പോ എങ്ങനെയുണ്ട് ചോദിച്ചു. ചെറിയൊരു മാറ്റം ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കൊടുത്തു. അപ്പൊ നോക്കുമ്പോൾ പകുതിയോളം മാറിയിട്ടുണ്ട്, നല്ല ഉണക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിന്റെ ഉമ്മ പറഞ്ഞു, നിങ്ങളെ മരുന്ന് വല്ലാത്തൊരു മരുന്നാണ്, 8 വർഷമായി ഞാൻ ഈ കുട്ടീനെ ചികിത്സിക്കുന്നത്, ഇത്രയും കാലം ചികിത്സിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല, അപ്പൊ ഇത് കംപ്ലീറ്റ് മാറിയല്ലോ, നല്ല മരുന്നാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല പ്രശംസയൊക്കെ തന്നു. അപ്പൊ അതൊക്കെ ആയപ്പോ, ഫീൽഡിലുള്ള അനുഭവം കൂടി ആയപ്പോ നമുക്ക് എന്ത് ചെയ്തു, നല്ലൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഒരു യൂറി ഫ്ലഷ്, എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, അവന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ അവന് സ്ഥിരമായിട്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏതൊരു ഡോക്ടറെയാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പൊ ഇവനും തന്നെ പേടിയുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് കഴിയുമ്പോൾ കഴിക്കാൻ പേടിയുണ്ട്. മരുന്ന് എന്നല്ല, നമ്മൾ സപ്ലിമെന്റ് ഒന്നും അപ്പോ നമുക്കറിയില്ലല്ലോ, തുടക്കത്തിലല്ലേ, അപ്പൊ അത് പറയാനും അറിയില്ല. എന്തായാലും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഓൻ എന്ത് ചെയ്തു, ഓന് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഡോക്ടർ കാണാൻ പോയപ്പോ അത് കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് നല്ല ക്വാളിറ്റിയിലെ ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റ് ആണ്, ഇത് നീ കഴിച്ചോ, ഞാൻ തരുന്ന മരുന്ന് നിനക്ക് തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കല്ല് പൊയ്ക്കോളും. കാരണം ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഈ ആയുഷിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവനോട് പറഞ്ഞതാണ് പറഞ്ഞത്. അത് മാത്രമല്ല പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്, നമ്മൾ ഇംഗ്ലീഷ് മരുന്നിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതില് കമ്പനികൾ പല തട്ടിപ്പുകളും ചെയ്യുന്നുണ്ട്. അതായത് ഒരു അസുഖം മാറാനുള്ളൊരു കണ്ടന്റ് അതിലുണ്ടെങ്കിൽ തന്നെ അതിന്റെ കൂടെ വേറൊരു അസുഖം വരാനുള്ളൊരു കണ്ടന്റും കൂടെ അതിൽ ഉണ്ടാവും എന്നുള്ളത് ആ ഡോക്ടർ അവനോട് പറഞ്ഞതാണ്. കാരണം അവനൊരു 8-10 വർഷത്തോളം ഈ ഡോക്ടറെ ഒരു പരിചയമുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞതാവും. എന്തായാലും
അന്നാണ് നമുക്ക് ഈ മരുന്ന് എന്താണ്, ഇംഗ്ലീഷ് മരുന്ന് എന്താണ്, അത് എത്രത്തോളം ദൂഷ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടപ്പോൾ അതിന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ ആൾക്ക് കിഡ്നി സ്റ്റോൺ, ഒരു 5 സ്റ്റോൺ ഉണ്ടായിരുന്നു. അതെന്റെ സുഹൃത്തിന്റെ പെങ്ങളെ മോനാണ്. അപ്പൊ അവന് ഡോക്ടറെ കണ്ടപ്പോൾ പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിഡ്നിയിലും കൂടി ആയിട്ടാണ് കല്ല്, ഒന്ന് കിഡ്നിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പോരാൻ പ്രയാസമാണ്, എന്തായാലും ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് പറഞ്ഞൊരു കേസാണ്. അപ്പൊ നമ്മള് എന്തായാലും എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, പെങ്ങളെ മോനാണ്, എന്തായാലും അവന് കൊടുക്ക്, ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ മാറ്റമില്ലെങ്കിൽ അപ്പൊ ഓപ്പറേഷത്തിന് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ 3 മാസം യൂറിഫ്ലക്സിന്റെ ക്യാപ്സൂളും ലിക്വിഡും കൊടുത്ത് ഒരു 3 മാസം കഴിഞ്ഞ സ്കാനിങ് ചെയ്തപ്പോൾ അൽഹംദുലില്ലാ കല്ല് മുഴുവൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ 95-നെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ എൻ്റെ ഉമ്മാക്ക് ഒരു 1.5 വർഷം മുമ്പ് ഒരു ട്യൂമർ വന്നു, വയറ്റിനുള്ളിൽ കുടലിൽ ട്യൂമർ വന്നു. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കീമോ ഒക്കെ ചെയ്ത് പറ്റ ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ കിടപ്പിലായി. അപ്പൊ എല്ലാവരും ഭയപ്പെട്ടൊരു സമയം കൂടിയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ. അങ്ങനത്തെ രീതിയിൽ വന്ന സമയത്ത് ഞാൻ ബൈജുസാം സാറിനോട് ചോദിച്ചിട്ട് നമ്മൾ 95 കൊടുത്തു. 95 ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിച്ച സമയത്ത് ഉമ്മക്കാര് 65-67 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ മുമ്പ് നല്ല ആരോഗ്യമുള്ള ആളാണ്, എല്ലാ ജോലിയും ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അസുഖം വന്നപ്പോൾ പറ്റ കിടപ്പിലായി. എന്തായിരുന്നാലും ഈ 3 മാസം നമ്മൾ 95 കൊടുത്ത സമയത്ത് ഉമ്മ പഴയ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി, പിന്നെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. എല്ലാ വീട്ടുപണികളും ഉമ്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും 95-നെ കുറിച്ച് എനിക്ക് സത്യത്തിൽ 95 വില കൂടുതലാണെന്നുള്ളൊരു തോന്നൽ എനിക്കൊക്കെ ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഇത് ആൾക്കാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയും വില അല്ലേ. പക്ഷെ ഇത് ഉപയോഗിച്ച ഒരാള് പിന്നെ ഒരിക്കലും അത് വില ഉണ്ട് എന്ന് പറയില്ല. അത്രയും ഒരു മാറ്റമാണ് നമുക്ക് അതിന് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ മൂത്തമ്മ എന്ന് പറയുന്ന ഞങ്ങൾ ഈ ഭാഗത്ത്. അപ്പോൾ അവർക്കും തന്നെ അവർക്ക് നടക്കാൻ വയ്യ, വീട്ടിന്റെ അകത്തുകൂടിയൊക്കെ നടക്കും, പക്ഷെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു സാഹചര്യം, ക്ഷീണം കൊണ്ടും പ്രായമായതാണ്, 75 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ ഇത് ഒന്ന് കഴിച്ചു നോക്കി, എനിക്കും അത് കഴിച്ചിട്ട് നല്ല ക്ഷീണത്തിനൊക്കെ മാറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്കും തന്നെ കൊടുത്ത്. ഇപ്പൊ ആള് പിന്നെ അവന് വലിയ മോന്റെ വീട് ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകാറ് പതിവ് സാധാരണ. പക്ഷെ ഇപ്പൊ ആള് അങ്ങോട്ട് നടന്നു പോകും, 1/2 കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു പോകുന്നുള്ളതാണ്. അപ്പൊ അത്രയും റിസൾട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് നിന്നും റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കവചപ്രാശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ കോവിഡിന്റെ ഒരു സമയമാണല്ലോ. അപ്പൊ ഞങ്ങള് വീട്ടിൽ കവചപ്രാശം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സത്യത്തിൽ എൻ്റെ വൈഫിനൊക്കെ സാധാരണ ഒരു പനി വന്നാൽ ഭയങ്കര ക്ഷീണാണ്, പെട്ടെന്ന് കിടക്കും, ഒരു പണിയൊന്നും എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ ക്ഷീണം ഉണ്ടാവും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പനി വന്നു, ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. പക്ഷെ അതിൻ്റെതായ ഒരു ക്ഷീണോ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈഫൊക്കെ എല്ലാ പണിയെടുത്ത് നടക്കുന്നു. അപ്പൊ അതിന്റെ കവചപ്രാശത്തിന്റെ റിസൾട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ പുറത്തുനിന്ന് നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനിയന്റെ ഭാര്യ ഉണ്ട്, ഒരു ടീച്ചർ, ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ്. അവർക്ക് ഈ അലർജിയാണ്, പൊടി നമുക്ക് അടിച്ചു വാരുക അല്ലെങ്കിൽ മാറാല തട്ടുക അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര അലർജിന്റെ പ്രശ്നം. അപ്പൊ അവർക്ക് ഇത് കൊടുത്ത സമയത്ത് അവർ 2-3 ബോട്ടിൽ കഴിച്ചു, അവരെ അലർജി കംപ്ലീറ്റ് മാറി. അങ്ങനെ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സിന് പ്രശ്നങ്ങളുണ്ട്. അവർക്കും തന്നെ അവർ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് ഒരു 30ഓളം കവചപ്രാശം അവർ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇതാണ്, ഓരോ പ്രൊഡക്റ്റും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് 100% നമ്മളത് ഗ്യാരണ്ടി ആണെന്നുള്ളതാണ്. പിന്നെ ആശ്വാസ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോന് 15 വയസ്സാണ് ഇപ്പൊ മോന്, രണ്ടാമത്തെ മോന്. അവന് 2ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതായിരുന്നു ശ്വാസം മുട്ട്. എല്ലാ മാസവും 1 മാസം വരുമ്പോൾ പിന്നെ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ ഈ മാസം പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ മാസം വരിക, ഒരു വാവിന്റെ സമയത്ത്. അതേപോലെ തന്നെയാണ് ഉണ്ടാവാറ്, എല്ലാ മാസവും ആ കറക്റ്റ് ടൈമിൽ വരും. അപ്പൊ ഞങ്ങൾ നേരം വെളുക്കട്ടെ എന്ന് വിചാരിക്കും, അത്രയും ബുദ്ധിമുട്ടുണ്ടാവും ശ്വാസം മുട്ടിൽ വന്നിട്ട്. പക്ഷെ നമ്മൾ ആശ്വാസ് ഒരു 2 ബോട്ടിൽ കഴിച്ച് ഇന്ന് അൽഹംദുലില്ലാ ഇന്ന് വരെ, പിന്നെ അതിന്റെ ശേഷം ശ്വാസം മുട്ടുണ്ടായില്ല, ഇപ്പൊ ഒരു 3 വർഷത്തോളായി. അപ്പൊ ഒക്കെ എല്ലാ പ്രൊഡക്റ്റിനും അത്രയും റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അതുപോലെ ഇപ്പൊ ഞാൻ വേറെ നമ്മളെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഒരു 18 വർഷത്തോളം ശ്വാസം മുട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവര് ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ, ആയുർവേദം ഒക്കെ മാറി മാറി പരീക്ഷിച്ചിട്ട് മാറാത്തൊരു കേസാണ്. അവർക്ക് ഇൻഹീലർ വലിക്കണം, എല്ലാ രാത്രിയും 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഇൻഹീലർ വലിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്.
അതുപോലെ തണുത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, പിന്നെ കുളിക്കാൻ പറ്റൂല വൈകുന്നേരം. അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആശ്വാസം കവചപ്രാശം കൊടുത്തിട്ട് ഇപ്പൊ അവരത് കംപ്ലീറ്റ് മാറി. ഇങ്ങനെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ പറയാണ്ടാവും. അപ്പൊ അത്രയും റിസൾട്ട്, ഹെർബൽ പേസ്റ്റിന്റെ റിസൾട്ട്. എന്റെ മോൾക്ക് ഞാൻ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്നും മോണവീക്കം ഉണ്ടാവും, ഇടക്കിടക്ക് മോണവീക്കം വരും. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ച് ഇന്ന് വരെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ, വെൽ ഹാർട്ടിന്റെ റിസൾട്ട്. ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് റിസൾട്ട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ബിസിനസ്, അല്ലെ? ബിസിനസ് എന്തിനാണ് ചെയ്യണത്, എങ്ങനെ ചെയ്യണം? നമ്മൾ ഇപ്പൊ ആദ്യമായി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ABCD പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും ഒരു ABCD ഉണ്ടല്ലോ, അല്ലെ? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ABCD? നമ്മൾ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് പറയാം. ABCDയിൽ നമ്മൾ ആദ്യത്തെ ലെറ്റർ A എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്, അല്ലെ? അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് പല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പൊ എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ ആദ്യം തന്നെ കരുതിയത്. ഒരിക്കലും എനിക്ക് ഇതിന് കഴിയില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ കമ്പനിന്റെ ഒരു സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്താൻ സഹായിച്ചത് നമ്മളെ ആറ്റിറ്റ്യൂഡിലുള്ള ഒരു മാറ്റമാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വിജയിക്കുന്നത് വരെ ഞാൻ ഇതിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് എന്താണോ നമ്മളെ കൂടെ മുമ്പ് വന്ന ആളുകൾ, ഒരുപാട് ലീഡേഴ്സ് വന്ന് വിജയിച്ചിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവരൊക്കെ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ നമ്മളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ലെറ്റർ B, അല്ലെ? ബിലീവ് ആണ്, വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുക, അല്ലെ? നമുക്ക് ഇതിനൊക്കെ കഴിയും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ നമ്മൾ ബിസിനസിനെ കുറിച്ചൊരു വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഈ ഡയറക്ട് സെല്ലിങ്ങിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ പഠിക്കും, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു വിശ്വാസം നമുക്ക് ആദ്യമാണ്, അല്ലെ? പിന്നെ നമ്മളെ പ്ലാന്, നമുക്കറിയാം നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ബൈനറി, അതായത് ബൈനറി അല്ല സൺഫ്ലവറും അല്ല, രണ്ടും കൂടിയിട്ടുള്ള ഒരു പ്ലാനും, അല്ലെ? അതായത് ഡയറക്ട് സെല്ലിങ്ങിൽ ഇത്ര വരുമാനം കിട്ടുന്ന ഒരു പ്ലാന് വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹൈബ്രിഡ് ബൈനറി അത്രയും നല്ല പ്ലാനാണ്. അതുപോലെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇത്രയും സമയം പറഞ്ഞത് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റ് ഒരുപാട് കമ്പനികൾ അവർക്കൊന്നും കിട്ടാത്തൊരു സർട്ടിഫിക്കറ്റ് ആണല്ലോ, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. നമ്മളെ ആയുർവേദത്തെ ഇപ്പൊ നമുക്ക് ഏറ്റവും വലുത് ഈ കോട്ടക്കൽ ആയുർവേദശാല അത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല മരുന്നായിട്ട് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷെ അവർക്ക് പോലും ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകത എത്രമാത്രം ഉണ്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? പിന്നെ നമ്മളെ ലീഡേഴ്സ്, ലീഡേഴ്സിലുള്ള ഒരു വിശ്വാസം. അപ്പൊ നമുക്കറിയാം നമ്മളെ വലിയ വലിയ ലീഡേഴ്സൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാം നമ്മൾ ക്ലാസ്സുകൾ തരുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സത്യസന്ധത വേണം, അല്ലെ? ഇതിലൊരു വിശ്വാസം, ആരെയും നമ്മൾ പറ്റിക്കാൻ പാടില്ല, സത്യം മാത്രം പറഞ്ഞ് ബിസിനസ് ചെയ്യണം. അങ്ങനെയുള്ള ലീഡേഴ്സാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ആ ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ നമുക്ക് മാനേജ്മെന്റ്, നമ്മൾ മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MIവീർ, അല്ലെ? മഹാവീർ ഇന്ത്യ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയ ഒരു ടോപ്പ് നിൽക്കുന്ന പിന്നെ മാനേജ്മെന്റ് ആണ് നമ്മളത്. അതിന്റെ ഹെഡ് നമുക്കറിയാം പ്രവീൺ ചന്ദൻ സാറ്. അപ്പൊ അവരൊക്കെ വീക്ഷണങ്ങള്, പിന്നെ ഇപ്പൊ കഴിഞ്ഞൊരു ഇവോൾവ് പ്രോഗ്രാമിൽ നമ്മളൊക്കെ കുറെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പൊ അന്ന് അവിടുന്ന് ഒരുപാട് പദ്ധതികൾ സാറ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? നമുക്ക് 2030 ആകുമ്പോഴേക്കും 1000-ഓളം പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അത്രയും പ്രൊഡക്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെ? ഇന്ത്യയിൽ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി പെട്ട ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന കമ്പനിയാണ് നമ്മളെ കമ്പനി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ലെറ്റർ C ആണ്. C എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രതിബദ്ധത, അല്ലെ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യും, അത് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അത് സാധിക്കുന്നത് വരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയാം, അല്ലെ? Aയും Bയും, അതായത് ആറ്റിറ്റ്യൂഡും ബിലീവും ക്ലിയർ ആണെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് സ്വയം ഉണ്ടാവും എന്നുള്ളതാണ് പറയാറുള്ളത്.
അപ്പൊ അതുപോലെ തന്നെ നാലാം അപ്പൊ അതായത് നമ്മള് ഒരു ആഗ്രഹം, ഇപ്പൊ പല ആളുകൾക്കും ആഗ്രഹമുണ്ട് പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല പോലെ വിജയിക്കണം എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യണില്ല, പ്രവർത്തനം കുറവാണെന്നുള്ളതാണ്. പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. നാലാമത്തെ ലെറ്റർ നമുക്കറിയാം ഡ്യൂപ്ലിക്കേഷൻ അല്ലെ, അതായത് കോപ്പി അടിക്കുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കറിയാം അവിടെ കോപ്പി അടിക്കാൻ പാടില്ല എന്നാണ് പറയാറ് അല്ലെ. കോപ്പി അടിച്ചാൽ നമ്മൾ പിടിക്കും. അതായത് നമുക്ക് പരാജയമാണ് അവിടെ കോപ്പി അടി. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ കോപ്പി അടിയാണ് വിജയം അല്ലെ. എന്താണ് എന്താണ് കോപ്പി അടിക്കേണ്ടത് എന്നാണ് നമ്മളെ ലീഡേഴ്സിനെ കോപ്പി അടിക്കുക അല്ലെ. ലീഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത്, ലീഡേഴ്സ് എങ്ങനെയൊക്കെയാണോ ഇതിൽ വിജയിച്ചത്, നമുക്കറിയാം ഇതിൽ വിജയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ഐഡിയ അടിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ ഇതിൽ വിജയിക്കൂല. പക്ഷെ അതെന്ത് വേണം, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം, അതിനെക്കുറിച്ച് പഠിക്കണം. അതിനെന്ത് വേണം, നമ്മൾ മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒക്കെ പരമാവധി അറ്റൻഡ് ചെയ്യണം. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ശരിക്കും മീറ്റിങ്ങും പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ തന്നെയാണ്. അതില്ലെങ്കിൽ ഒരിക്കലും ഇതിൽ വിജയിക്കാൻ പറ്റൂല അല്ലെ. അപ്പോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അതുപോലെ ഫീൽഡ് വർക്ക്, ഫീൽഡിൽ ഇറങ്ങാതെ ഒരിക്കലും ഇത് വിജയിക്കാൻ പറ്റൂല അല്ലെ. നമ്മള് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്കിത് കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത്, പക്ഷെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങി, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ പ്രൊഡക്റ്റ് പറഞ്ഞ് ആളുകൾക്ക് കൊടുത്തപ്പോൾ അതിന് റിസൾട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോ ഫീൽഡ് വർക്ക് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെ. റീറ്റെയിലിന്റെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് ആ ലാഭം കണ്ടാണ് ഇതിൽ എൻ്റെ കൂടെ കൂടിയത്. അപ്പൊ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് DP റേറ്റിന് കിട്ടുന്ന പ്രോഡക്റ്റ് MRP കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ റിക്രൂട്ട്മെന്റ്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെയല്ല. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ ചെയ്യുന്ന ഒരു കച്ചവടമാണ് അല്ലെ. പക്ഷെ ഇത് നമുക്കൊരു ടീം വർക്കാണ്. നമ്മളെ കൂടെ വരുന്ന ടീം അവരെ കൂടെ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടെ ഉള്ള ആളുകൾ വിജയിക്കുന്നത്. അതായത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഒരാളെ വിജയിപ്പിക്കുക, നമ്മളെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നേരെ മറിച്ച് ഒരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കട ഒരാൾ തുടങ്ങി, അതേ ഒരു കട വേറൊരാൾ അതിന്റെ മുമ്പ് തന്നെ തുടങ്ങി, അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ രണ്ടാൾക്കും കച്ചവടം ഉണ്ടാവും, അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്കാർക്ക് കച്ചവടം കുറയും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ചെയ്യണത്, നമ്മളെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന സെയിൽസിന്റെ ഒരു ശതമാനം അത് നമുക്ക് കൂടിയും കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാണ്, ടീം ബിസിനസ് ആണ്. ടീമിനെ എത്ര ആളെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമുക്ക് ഇവിടെ വിജയമാണ് അല്ലെ. അപ്പൊ ഈ ടീമിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ലീഡേഴ്സും നമ്മളോട് പറയുന്ന കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് അല്ലെ. ഇപ്പൊ ലിസ്റ്റ് മേക്കിംഗ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ആളതിൽ കിട്ടൂല എന്നുള്ളതാണ്. നമുക്ക് ആളുകളതിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ ബാങ്ക് മാനേജർമാര് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ഇടുന്നുണ്ട് അല്ലെ. ഓരോ ആളുകളെ ഇപ്പൊ നമ്മളൊക്കെ പല ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ജ്വല്ലറികള്, ഇവരൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവരൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ അപ്പൊ നമ്മൾ ചില ആളുകൾക്ക് പറയുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ സത്യത്തില് നമുക്ക് ഈ ലിസ്റ്റ് മേക്കിംഗ് ഭയങ്കര ഒരു സംഭവമാണ്. ആ ലിസ്റ്റ് മേക്കിംഗ് നിന്നാണ് നമുക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റുക. പിന്നുള്ളൊരു കാര്യം റീടെൻഷൻ ആണ് അല്ലെ. റീടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കുക. ഞാൻ പറഞ്ഞു വിൻ വിൻ ബിസിനസ് ആണ്. അപ്പൊ കൂടെ വന്ന ആളുകളെ വിജയിക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവരെയും പഠിപ്പിക്കുക. അതാണ് റീടെൻഷൻ. അപ്പൊ കൊണ്ടുവന്ന ആളുകളെ നിലനിർത്തുക. അവര് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, അവർ ഈ കാര്യങ്ങൾ പഠിക്കണം അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ അവരും ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടെ വന്ന ആളുകളും ഇതിൽ നമ്മളെ കൂടെ ബിസിനസ് ചെയ്യും. അപ്പോൾ ആ കാര്യമാണ് റീടെൻഷന്. അപ്പൊ ഇവിടെ പഠിക്കുക, പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, ഈ ഒരു 3 കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീടെൻഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ സത്യത്തിൽ നമുക്ക് പല ആളുകൾക്കും പല സ്വപ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വലിയ 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 ബിസിനസ്സുകാരൊക്കെ വലിയ വീട് വെക്കുന്നു, അതുപോലെ നല്ല പ്രീമിയം കാറിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും പല ആളുകൾക്കും സാധാരണക്കാർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. പക്ഷെ എന്താണ്, നമ്മളെ ആഗ്രഹങ്ങള് അത് നമുക്ക് സാധിക്കൂല എന്നുള്ളൊരു നിലയിൽ നമ്മൾ അവിടെ വെക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല.
പക്ഷെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അതിൽ വരുന്നതിന് മുമ്പേ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമോ സ്വപ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഡയറക്ട് സെല്ലിങ് എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങൾ നമുക്ക് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു തുടങ്ങിയത്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ലീഡേഴ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മുമ്പിൽ വിജയിച്ച ആളുകളുണ്ട്. അവരെന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് ചെയ്താൽ നമുക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് നമ്മളെ ഒരു പിന്നെ സ്വപ്നം മാത്രമല്ല, സ്വപ്നം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിന് പിന്നെ സമയം വെക്കുക, അതിനാണ് ഗോൾ എന്ന് പറയാം അല്ലെ. ഗോൾ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാനത് ചെയ്യും, ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഇത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു ഗോള് അതുണ്ടായാൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ഇറങ്ങി ചെയ്യുള്ളൂ. മറ്റേത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം എപ്പോഴും കണ്ട് നടക്കാം, പക്ഷെ അത് ശരിയായിക്കൊള്ളുന്നില്ല. പക്ഷെ ഗോള് വെച്ചാൽ ഇന്ന ദിവസം കൊണ്ട് ഞാനത് നേടുന്നുള്ളൊരു തീരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങള് അവരെന്നും സാധാരണക്കാരാണ് അല്ലെ. അവര് പണിയെടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ആ ഒരു സിറ്റുവേഷൻ മാറുന്നില്ല, എന്നും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. അയാൾക്ക് ഓരോ ദിവസങ്ങളും അയാളെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. കാരണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ആളുകൾ വരുമ്പോൾ ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് നല്ല വരുമാനം നേടാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ദരിദ്രര് എന്നും ദരിദ്രരായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവര് എന്നും സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് എന്നും വാങ്ങൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിൽക്കുന്ന ആളുകൾ അവരാണ് സമ്പാദിക്കുന്നത് അല്ലെ. നമ്മൾ കാണുന്ന ബിസിനസ് മാൻമാരൊക്കെ എന്താണ്, എം എ യൂസുഫ് അലി, അംബാനി, അദാനി, ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ അവരെ പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണ്. വിൽക്കുന്ന ആളുകൾ അവർക്കാണ് പണം അല്ലെ. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുക, വാങ്ങുന്ന ഒരു രീതി മാറ്റിയിട്ട്, വെറും വാങ്ങൽ മാത്രം എന്നുള്ള രീതി മാറ്റിയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറുക. അങ്ങനെ ആകുമ്പോൾ നമുക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ഞാന് കുറച്ച് മുമ്പ്, ഒരു 2 വർഷം മുമ്പ്, 2-3 വർഷമായിട്ടുണ്ടാവും, വാമനൻ സാറിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അന്ന് സാറിന്റെ ഒരു കിട്ടിയൊരു ഉപദേശമാണ് നമ്മൾ ഉയർന്ന കൈകളുള്ളവരാവുക എന്നുള്ളതാണ്. അതായത് കൊടുക്കുന്ന ആളുകൾക്കാണ് ഉയർന്ന കൈ ഉണ്ടാകുക അല്ലെ. താഴ്ന്ന കൈ എപ്പോഴും വാങ്ങുന്ന ആളുകളാണ്. വാങ്ങുന്ന കൈ എപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കും, കൊടുക്കുന്ന കൈ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉയർന്ന കൈയുള്ളവരാകുമ്പോഴാണ് നമ്മൾ വരുമാനം ഉണ്ടാകുന്ന ആളുകളായി മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ലക്ഷ്യം നമുക്ക് വേണം. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തന്നെ വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പൊ പല ആളുകളും നമ്മളെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് നമുക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ പോവുകയാണ് പല ആളുകളും. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാലോ. ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും, അതൊക്കെ നേടിയെടുക്കാൻ ഒരു അവസരം ഉണ്ടല്ലോ. അപ്പോ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ വേറെ ആരാണ് എനിക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നാണ് സാർ നമുക്ക് പറഞ്ഞു തന്നൊരു ഉപദേശം. അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ ജീവിച്ച് നമുക്ക് മാത്രം ചെയ്യുക എന്നുള്ളതല്ല, മറ്റുള്ള ആളുകൾക്കും കൂടി സഹായം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ മാറുക എന്നുള്ളതാണ്. എത്രയോ ആളുകൾ, പല ആളുകൾക്കും നമ്മൾ കാണുന്നതാണ്, പല ആളുകളും സഹായം ചോദിച്ച് നമ്മളെ കയ്യിൽ വരും, പക്ഷെ നമുക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ രൂപത്തിലേക്ക് മാറണമെങ്കിൽ എന്ത് വേണം, നമ്മളെ കയ്യിൽ പണം വേണം അല്ലെ. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ സമ്പാദിക്കണം. അപ്പൊ അതിനുള്ള ഒരു അവസരം നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വരുമ്പോ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇത്രയൊക്കെ തന്നെ കഴിയുള്ളൂ. ഇത്രയും നമ്മൾ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോ ഇതിൽ വരുമ്പോ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് അവനൊരു ഓട്ടോറിക്ഷക്കാരനെ, അപ്പൊ മരുന്ന് കച്ചവടമാണ്, ഡോക്ടർമാര് കൊടുക്കണ മരുന്ന് ഇവന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു മണി ചെയിൻ ആണെന്നുള്ള ഒരു വിമർശനം അല്ലെ. അപ്പൊ ഈ ആളുകൾക്ക് മണി ചെയിൻ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതിൽ വരുന്നതിന് മുമ്പ് ഞാനും ഇതൊക്കെ ഒരു മണി ചെയിൻ ആയിട്ടാണ് ഞാനും കണക്കൂട്ടുണ്ടായിരുന്നത്. അപ്പോ മണി ചെയിൻ എന്താണ്, സത്യത്തില് മണി ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് അല്ലെ. പണം കൊടുത്തിട്ട് പണം ഉണ്ടാക്കുക, അവിടെ പ്രോഡക്റ്റ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇത് മണി ചെയിൻ അല്ല. ആദ്യം നമുക്കൊന്ന് സമ്മതിച്ചു കൊടുക്കാം. ബെൽനി സാറൊക്കെ പറയും പോലെ ശരിയാണ്, മണി ചെയിൻ ആണ്.
അപ്പൊ അവരോട് ചോദിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണി ചെയിൻ എന്താണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ അതിന് ഉത്തരം ഉണ്ടാവില്ല, അവരെന്താ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ പറയാ നമുക്ക് പറഞ്ഞു കൊടുക്കാം മണി ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മളതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. ഇതില് നമ്മൾ വാങ്ങുന്ന പൈസക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു തട്ടിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. പിന്നെ ചോദിക്കും നിങ്ങൾ അതിൽ ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ എന്ന് ചോദിക്കും അല്ലെ. പിന്നെ ആളെ ചേർക്കുക എന്ന് പറയുമ്പോൾ ആളെ ചേർക്കാത്ത ഏത് ബിസിനസ്സാണ് ഉള്ളത്? ഇപ്പൊ നമ്മള് സാധാ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവിടെ നമ്മൾ പല ആളുകളെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ആളുകൾക്ക്. പിന്നെ അവരും തന്നെ നമ്മളെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങും അല്ലെ നമ്മളെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമുക്ക് അവര് ഓരോ പരസ്യങ്ങൾ നമുക്ക് വിട്ടുതരും. അപ്പൊ ഇതൊക്കെ എന്താണ് ഒരാളെ ചേർക്കുന്ന രൂപം തന്നെയാണ് എല്ലാ സ്ഥലത്തുള്ളത്. അത് മാത്രമല്ല നമ്മളെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇടനിലക്കാരുണ്ട് അല്ലെ. ഇതൊക്കെ കണ്ണി ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിലും അതിൽ ഒരുപാട് ഇടനിലക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ ആളെ ചേർത്ത് വരുന്ന സംഭവം പോലെ തന്നെയാണ്. അപ്പൊ അതും അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ അല്ലെ. പിന്നെ പറയും ആദ്യം വരുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. ലാസ്റ്റ് വരുന്നവർക്കൊന്നും കിട്ടൂല അല്ലെ. അതൊക്കെ സത്യത്തിൽ മണി ചെയിൻ്റെ ഒരു സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ആർക്കാണോ ഇതിൽ പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുക ആ ആൾക്കാർക്കൊക്കെ ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ചിലവർ ചോദിക്കും നീയും പെട്ടൂലേ, നീയും കുടുങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കും അല്ലെ. പക്ഷേ സത്യത്തില് അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത് അല്ലെ. പിന്നെ ചിലർ പറയും ഇതൊക്കെ വന്നു പോയതാണ്, ഇങ്ങനെ ഒരുപാട് പേരും അത് പോകും, അതൊക്കെ പൊളിയും അല്ലെ. പക്ഷെ നമ്മളെ ബിസിനസ് എന്താന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്നും നമ്മളെ കമ്പനി ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാവധാനം എന്ത് ചെയ്യുക, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വില കൂടുതലാണെന്ന് പറയും അല്ലെ. അപ്പോ വില കൂടുതലാണ് പറയാൻ കാരണം എന്താണ്? സാധാ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനൊന്നും വില ഇല്ല, വില കുറവാണ്. കാരണം എന്താണ്? അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ അല്ലെ, ചീപ്പാണ്. അതെ, ചീപ്പ് പ്രൊഡക്റ്റ് ഒരിക്കലും പിന്നെ വില ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് വില ഉള്ള പ്രൊഡക്റ്റിനോട് ഒരിക്കലും പിന്നെ മൂല്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് എന്നും ചീപ്പ് സാധനങ്ങളായിരിക്കും. ചീപ്പ് പ്രൊഡക്റ്റിന് പിന്നെ വില ഇല്ലാത്തതേ ഉള്ളൂ. വില ഉള്ള പ്രൊഡക്റ്റിന് എന്നും പിന്നെ എന്താണ് അത് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാവും അല്ലെ. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും ഇത് ഹറാമാണ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യാൻ പാടില്ല. പിന്നെ കാരണം ആളെ ചേർക്കുന്ന പരിപാടി ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, ശരിയല്ല എന്നുള്ള ഒരു രൂപത്തിൽ പല ആളുകളും സംസാരിക്കും. പക്ഷെ സത്യത്തില് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താണ് ഹറാമ്? ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ കൊടുക്കുന്നത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള. സത്യത്തില് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് കീടനാശിനികളും ഇതൊക്കെ ചേർത്ത ഉൽപ്പന്നങ്ങൾ അല്ലെ, നമ്മൾ പച്ചക്കറി ആണെങ്കിലും മത്സ്യമാണെങ്കിലും ശരിക്കും അതാണ് ഹറാമ്. ജനങ്ങളെ പറ്റിക്കാണ് അല്ലെ. നല്ല പ്രൊഡക്റ്റിന് പകരം കീടനാശിനികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് ഒരുപാട് അസുഖം ഉണ്ടാകാൻ കാരണമാവും. ശരിക്കും അതാണ് ഹറാമ്. പക്ഷെ നമ്മളത് ഒരിക്കലും നമ്മൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഇത് ഹറാമാകാനുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഫീൽഡിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ നമ്മൾക്ക് കേൾക്കും. അതിനൊക്കെ നമ്മൾ മറുപടി എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു അത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഡയറക്ട് സെല്ലിങ് എന്തിനാണ് ചെയ്യണത് എന്നുള്ള കാര്യം ആണ് ഇപ്പൊ ഞാൻ കുറെ പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് എന്താണ് വരുമാനം ഉണ്ടാക്കുക എന്നതിനപ്പുറം നമുക്ക് എന്ത് വേണം? പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം ആണ് അല്ലെ. നമ്മൾ എന്താണ് ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നത്? എന്തിനാണ്? സത്യത്തിൽ നമ്മൾ പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡയറക്ട് സെല്ലിങ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരാൾ പണിയെടുക്കുന്ന ഒരാള് അയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പണിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് അയാൾക്ക് എന്തില്ല, വരുമാനമല്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ട് സെല്ലിങ് ചെയ്യുക. ഡയറക്ട് സെല്ലിങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, നമ്മളൊരു ടീം ഉണ്ടാവും. ആ ടീം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവരിവിടെ ആക്റ്റീവായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വരുമാനമാണ്. അതിനാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഡയറക്ട് സെല്ലിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാസീവ് ഇൻകത്തിന് ആവണം. അപ്പോൾ മാത്രമേ നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. ഇപ്പൊ നമ്മളൊന്ന് കടന്നു പോയാലും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന രീതിയിൽ വരണമെങ്കിൽ അത് നമുക്ക് പാസീവ് ഇൻകം ആണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ അതിന് മാത്രം ടീമിനെ നമ്മൾ എത്രത്തോളം ആളുകളെ നമ്മളെ കൂടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ആളുകളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് നേട്ടങ്ങൾ. എന്തൊക്കെ നേടാൻ പറ്റും? നമുക്ക് ഹെൽത്ത് നേടാൻ പറ്റും അല്ലെ, ആരോഗ്യം. വേറെ ഏതൊരു ബിസിനസ്സിലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുക?
ഇവിടെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സംരക്ഷിക്കാനും നമുക്ക് വേണ്ട എല്ലാ പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളത്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ വെൽത്ത് അല്ലെ, പിന്നെ പണം ഉണ്ടാക്കാനും നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം, സ്വാതന്ത്ര്യം അല്ലെ. ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ ഒരു സ്വാതന്ത്ര്യം അല്ല, നമ്മളെ കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് നേടണം എന്നുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ അതിനൊന്നും നമുക്ക് അല്ലെങ്കിൽ പൈസ അല്ല, അല്ലെങ്കിൽ നമുക്ക് സമയമല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പണം ഉണ്ടാകുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായി കഴിഞ്ഞു. നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് പോകാം. അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ ഒരാളെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പരിമിതികളുണ്ട് അല്ലെ. അയാൾക്ക് ഇപ്പോ ഒരു മുതലാളിനോട് ചോദിക്കാതെ ഇങ്ങോട്ട് പോകാൻ പറ്റൂല, ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അയക്കൂല. പക്ഷെ ഇവിടെ നമ്മൾ ആരും കീഴിലല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്ക് നമ്മളെ ബിസിനസ്സാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം അല്ലെ. അപ്പൊ അതിനൊക്കെ ഉള്ള ഫ്രീഡം നമുക്ക് കിട്ടുന്നത് ഈ ഡയറക്ട് സെല്ലിങ്ങിലാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഒരുപാട് ബന്ധങ്ങൾ. ഇപ്പോ നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് എത്രയോ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു, എത്രയോ ആളുകളെ നമ്മൾ അടുത്ത ബന്ധുക്കളെ പോലെ നമ്മൾ അത്രയും സ്നേഹത്തിൽ നമ്മൾ പെരുമാറുന്നുണ്ട്. ഒരുപാട് ലീഡേഴ്സിനെ അത്രയും നമ്മൾ അടുത്ത ആളുകളായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എവിടെ പോയാലും ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നമ്മളൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിന് അവിടെ ആളുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് സാധാരണ ഒരു ജോലിയായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ ഈ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഇടനിലക്കാരും പരസ്യക്കാരും മുഖേന ഉണ്ടാകുന്ന, അപ്പൊ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ. അപ്പൊ നമ്മളൊരു ഉൽപ്പന്നം, ഒരു 100 രൂപേന്റെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ശരിക്ക് അതിനൊരു 40 രൂപ വരെ അതിന് ചെലവ് വരുന്നുള്ളൂ, ബാക്കി 60 രൂപയും നമുക്ക് വെറുതെ കൊടുക്കുകയാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആ പൈസ വെറുതെ പോകുന്നില്ല, അത് നമ്മളെ കമ്പനി നമ്മളിതിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ലൊരു വരുമാനമായി മാറുക എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ കൊടുക്കുന്ന പണം നമുക്ക് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു തരുന്ന ഒരു സിസ്റ്റം അല്ലെ. അപ്പൊ എത്രത്തോളം മഹത്തരമാണ് നമ്മൾ ഈ സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞൊരു സംഗതി അല്ലെ. ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അതിന് സാധ്യമായത് എന്തുകൊണ്ടാണ്, നമ്മളെ പേഴ്സണാലിറ്റി നമുക്ക് വികാസം വന്നതുകൊണ്ടാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒരുപാട് ആളുകളെ ആയിട്ട് ഇടപഴകാനും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഞാനൊക്കെ ഇതിൽ വരുന്നതിന് മുമ്പ് എനിക്ക് മൊബൈലിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കോൾ ചെയ്യും അല്ലെങ്കിൽ വാട്സപ്പ് എടുക്കുന്നല്ലാതെ അതിനപ്പുറം മൊബൈലിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, പഠിക്കുന്നില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് ഒരു മിനി കമ്പ്യൂട്ടറാണ് നമ്മളെ മൊബൈൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ID ക്രിയേഷൻ ചെയ്യാം അല്ലെ, അതിന് പഠിച്ചു. അതുപോലെ ഒരു മെയിൽ അയക്കാന്, അതുപോലെ നമ്മൾ പോസ്റ്റർ മേക്കിംഗ്, പോസ്റ്റർ ഉണ്ടാക്കാന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന് പഠിക്കാം. അതായത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് പ്രസന്റേഷൻ സ്കില്ല്, ഇതേപോലെ നമുക്ക് ആളുകളോട് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ സെയിൽസ് ക്ലോസിംഗ് സ്കില്ല്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബിസിനസ് ഒരു കച്ചവടം എന്നുള്ള രൂപത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ആള് ഞാനിപ്പോ എന്റെ ടീമിലൂടെ ഏകദേശം 60 ലക്ഷത്തോളം സെയിൽസ്, അത്രയും ഉൽപ്പന്നങ്ങൾ ഞാൻ എന്റെ ടീമിലൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സെയിൽസ് ക്ലോസിംഗ് സ്കില്ല് ഉണ്ടായതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ വിജയിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ, നമുക്ക് പഠിക്കണം, അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഗോള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വപ്നം മാത്രം ഉണ്ടായാൽ പോരാ, അതൊരു ഗോളാക്കി മാറ്റണം. അത് എപ്പോഴാണോ നമ്മൾ മാറ്റുന്നത്, ആ സമയമാകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് മാറുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ടല്ലേ, 6:50 ആയല്ലോ. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മളെ